ജാതകത്തിൽ ഭാഗ്യാധിപൻ മൂലത്രികോണത്തിലോ ഉച്ചത്തിലോ നിൽക്കുകയും ആ നിൽക്കുന്ന രാശി ലഗ്നത്തിൻ്റെ കേന്ദ്രങ്ങളിലൊന്നാകുകയും ലഗ്നാധിപൻ ബലവാനായിരിക്കുകയും ചെയ്താൽ ലക്ഷ്മി യോഗം ഭവിക്കുന്നു. ലക്ഷ്മി യോഗത്തിൽ ജനിക്കുന്നവൻ ഉയർന്ന പദവി അലങ്കരിക്കുന്നവനും എല്ലാവരാലും ആദരിക്കപ്പെടുന്നവനും ഉയർന്ന അറിവും വിദ്യാസമ്പത്തുള്ളവനും കീർത്തിമാനും സൽഗുണസമ്പന്നനും ധനവാനും ധാരാളം ഭൂസ്വത്തുവകളുള്ളവനും നല്ല കളത്ര പുത്രാദികളോട് കൂടിയവനുമായിരിക്കും. ജാതകത്തിൽ 9ാം ഭാവാധിപനും ശുക്രനും രണ്ടുപേരും ലഗ്നത്തിൻ്റെ കേന്ദ്രങ്ങളിൽ നിൽക്കുകയും അങ്ങനെ നിൽക്കുന്ന ആ രാശികൾ അവരവരുടെ ഉച്ചക്ഷേത്രമോ സ്വക്ഷേത്രമോ ആയിരിക്കുകയും ചെയ്താൽ മഹാലക്ഷ്മി യോഗം ഭവിക്കുന്നു. മഹാലക്ഷ്മി യോഗത്തിൽ ജനിക്കുന്നവൻ ഉയർന്ന വിദ്യായോഗ്യതയുള്ളവനും ഗവൺമെൻറ്റിലോ അതുപോലുള്ള വലിയ പ്രസ്ഥാനങ്ങളിലോ ഉന്നത പദവി അലങ്കരിക്കുന്നവനും വലിയ പുരസ്കാരങ്ങൾക്ക് അർഹനാകുന്നവനും എല്ലാവരാലും പ്രകീർത്തിക്കപ്പെടുന്നവനും ഉദാരശീലനും ധനസമ്പത്തും ശ്രേഷ്ഠമായ വാഹനങ്ങളുള്ളവനും പതിവ്രതയും മംഗളശീലയുമായ കളത്രത്തോടും സൽസന്താനങ്ങളോടും കൂടിയവനായി ഭവിക്കും. ജാതകത്തിൽ യോഗങ്ങൾ ഗ്രഹസ്ഥിതി അനുസരിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുമെങ്കിലും ഓരോ യോഗങ്ങളുടെയും ഫലം പൂർണ്ണമായി അനുഭവപ്പെടണമെങ്കിൽ ജാതകത്തിൽ ലഗ്നത്തിനും ചന്ദ്രനും അതാത് ഗ്രഹങ്ങൾക്കും നല്ല ബലമുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഫലം ഭാഗികമായി അനുഭവപ്പെടൂ.